അയൽവാസിയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ക്രൂരത. മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കോട്ടയം സ്വദേശി പിടിയിൽ. വിശദമായ വാർത്തകൾ നോക്കാം. കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ആലപ്പുഴ അരുക്കുറ്റിയിൽ അയൽവാസികൾ തമ്മിലുള്ള വഴക്കിനിടെ ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റ് വീട്ടമ്മ മരിച്ചു. അരുക്കുറ്റി സ്വദേശി ശരവണന്റെ ഭാര്യ വനജയാണ് കൊല്ലപ്പെട്ടത്. പ്രതികളിൽ ഒരാൾ പോലീസിൽ കീഴടങ്ങി. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. വനജയുടെ വീട്ടുകാരും അയൽവാസികളായ വിജീഷിന്റെ വീട്ടുകാരും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇന്നലെ ഇവർ തമ്മിലുണ്ടായ തർക്കം അടിപിടിയിലെത്തി. ഇതിനിടെയാണ് വിജീഷും ജയേഷും ചേർന്ന് ചുറ്റിക കൊണ്ട് വനജയുടെ തലക്കടിച്ചത്. ബോധരഹിതയായ വനജയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വനജ മരിച്ചെന്നറിഞ്ഞതോടെ ഇന്നലെ തന്നെ വിജീഷും ജയേഷും ഒളിവിൽ പോയി. പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നതിനിടെ ജയേഷ് ഇന്ന് രാവിലെ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. പിന്നാലെ വിജീഷും കീഴടങ്ങി. സംഘർഷത്തിനിടെ വനജയുടെ മകനും പരിക്കേറ്റിരുന്നു. ജനം, ആലപ്പുഴ. തൃശൂർ വാടാനപ്പള്ളിയിൽ മദ്യലഹരിയിൽ സഹപ്രവർത്തകനെ തലക്കടിച്ചു കൊന്നു. പത്തനംതിട്ട സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ഷാജു ചാക്കോ പിടിയിൽ. തൃത്തല്ലൂർ മുളു ബസാറിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ഇരുവരും. ചൊവ്വാഴ്ച രാത്രി 11:30യോടെയായിരുന്നു സംഭവം. മദ്യപിച്ചുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ ഇവർ താമസിക്കുന്ന കെട്ടിടത്തിന്റെ ടെറസിൽ നിന്ന് അനിൽകുമാറിനെ ഷാജു താഴേക്ക് തള്ളിയിടുകയായിരുന്നു. താഴെ വീണ അനിൽകുമാറിനെ കല്ലുകൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. പത്തനംതിട്ട അടൂർ സ്വദേശി പടിഞ്ഞാറേത്തറ വീട്ടിൽ അനിൽകുമാറാണ് മരിച്ചത്. കൊലപാതക വിവരം ഷാജു തന്നെയാണ് ഉടമയെ അറിയിച്ചത്. തുടർന്ന് ഏങ്ങണ്ടിയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും മരിച്ചു. കൊലപാതകത്തിൽ സഹപ്രവർത്തകനായ സ്ഥാപനത്തിലെ ജോലിക്കാരൻ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി ഷാജു ചോക്കിയെ പോലീസ് പിടികൂടി. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ജനം, തൃശൂർ. കൊല്ലം ചാത്തന്നൂരിൽ വീട്ടമ്മയെ മാല പൊട്ടിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അടക്കം 3 പേർ പിടിയിൽ. ചവറ സ്വദേശി ഇർഷാദ്, കാരംകോട് സ്വദേശി അമീർ, ബോട്ടെന്ന് രാജേഷ് എന്നിവരാണ് പിടിയിലായത്. മാർച്ച് 5-ന് ചാത്തന്നൂർ ഊറാംവിളയിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു കടന്ന കേസിലാണ് പ്രതികൾ അറസ്റ്റിലായത്. ഊറാംവിള ജംഗ്ഷനിലെ സ്റ്റേഷനറി കടയിലേക്ക് രാത്രി 8:30യോടെ പ്രതികളെത്തുകയും ഒരു കവർ തൈര് വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. വീട്ടമ്മ തൈരെടുക്കാൻ തിരിഞ്ഞതോടെ കഴുത്തിൽ കിടന്ന 1.5 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ച് മൂവരും കടന്നു കളയുകയായിരുന്നു. മാല നഷ്ടപ്പെട്ട സ്ത്രീ ചാത്തന്നൂർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കടയിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. അന്യസംസ്ഥാനങ്ങളിലും കേരളത്തിലെ വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ചവറ കുളങ്ങര ഭാഗം പുലത്തറ സ്വദേശിയായ ഇർഷാദിനെ പോലീസ് ചവറയിൽ നിന്ന് പിടികൂടുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ചാത്തന്നൂർ കാരങ്കോട് സ്വദേശികളായ അമീറും രാജേഷും കൂട്ടുപ്രതികളാണെന്ന് കണ്ടെത്തിയത്. പിന്നാലെ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അമീർ വധശ്രമ കേസ് ഉൾപ്പെടെ 4ഓളം കേസിൽ പ്രതിയാണ്. ബോട്ടെന്നറിയപ്പെടുന്ന രാജേഷിനും 3ഓളം അടിപിടി കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത പ്രതികളെ വൈദ്യപരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ തെളിവെടുപ്പിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ചാത്തന്നൂർ പോലീസ് അറിയിച്ചു. ജനം, കൊല്ലം. കരുനാഗപ്പള്ളി സന്തോഷ് കൊലപാതകത്തിൽ മുഖ്യപ്രതി അലുവ അതുൽ അറസ്റ്റിൽ. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ നിന്നാണ് പ്രതി അറസ്റ്റിലായത്. ഇതോടെ കേസിൽ ആകെ 13 പേർ പിടിയിലായി. ഒളിവിലായിരുന്ന അലുവ അതുലിനായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു. മുൻപ് ആലുവയിൽ വെച്ച് അതുൽ പോലീസിന് മുന്നിൽപ്പെട്ടെങ്കിലും സാഹസികമായി രക്ഷപ്പെട്ടു. ഭാര്യയും കുഞ്ഞുമായി കാറിൽ സഞ്ചരിക്കുന്നതിനിടെ പോലീസിന് മുന്നിൽപ്പെട്ടപ്പോഴാണ് അതുൽ ഓടി രക്ഷപ്പെട്ടത്. തുടർന്ന് അതുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യ സൂത്രധാരനായ പങ്കജ് മേനോൻ നേരത്തെ തന്നെ പിടിയിലായിരുന്നു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും പ്രതികളെ സഹായിച്ചവരുമായി ആകെ 13 പേരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 27-ന് പുലർച്ചെയാണ് അക്രമി സംഘം സന്തോഷിനെ കൊലപ്പെടുത്തുന്നത്.
വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷമായിരുന്നു ആക്രമണം. ഇരു സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൃത്യം നടന്ന് 20 ദിവസങ്ങൾക്ക് ശേഷമാണ് മുഖ്യപ്രതി അതുൽ പിടിയിലാകുന്നത്. ജനം, കൊല്ലം. നടൻ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന വെളിപ്പെടുത്തലിൽ നടി വിൻസി പരാതി നൽകിയാൽ നടപടിയെന്ന് താരസംഘടന അമ്മ. ആരോപണ വിധേയനായ നടനെതിരെ നടി രേഖാമൂലം ഇതുവരെയും പരാതി നൽകിയിട്ടില്ലെന്നും സംഘടന. അതേസമയം പിന്തുണയുമായി ഫിലിം ചേംബറും WCCയും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് ഒന്നിച്ച് അഭിനയിച്ച സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിരുന്ന നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത്. ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ സംസാരിക്കുന്നതിനിടെ താൻ ലഹരി ഉപയോഗിക്കില്ല എന്ന പ്രസ്താവനയെ തുടർന്നാണ് നടി കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയത്. വിഷയത്തിൽ സിനിമയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും നിരവധി പേർ നടിക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. തുടർന്നാണ് ആരോപണ വിധേയനായ നടനെതിരെ വിൻസി പരാതി നൽകിയാൽ നടപടിയെന്ന് താരസംഘടനയായ അമ്മ അറിയിച്ചത്. വിൻസിയുടെ ആരോപണം അമ്മ അഡ്ഹോക് സമിതി ചർച്ച ചെയ്തു. നടി പരസ്യമായി ഉന്നയിച്ച തരത്തിലുള്ള പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും സംഘടന വ്യക്തമാക്കി. രേഖാമൂലം പരാതി ലഭിച്ചിട്ടില്ലെന്ന വിശദീകരണമാണ് ഫെഫ്കയും നൽകിയത്. അതേസമയം വിൻസിക്ക് പിന്തുണയുമായി ഫിലിം ചേംബറും WCCയും രംഗത്തെത്തിയിരുന്നു. ജനം, കൊച്ചി. പ്രസവവുമായി ബന്ധപ്പെട്ട് വിചിത്ര പരാമർശം നടത്തിയ SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹാരിക്ക് പിന്തുണയുമായി കൂടുതൽ സമസ്ത നേതാക്കൾ രംഗത്ത്. പ്രസവ ശസ്ത്രക്രിയ എന്നത് ഡോക്ടർമാർ നടത്തുന്ന തട്ടിപ്പാണെന്നും ഒരു കുട്ടി വയറ്റിൽ 4 വർഷം വരെ കിടക്കുമെന്നായിരുന്നു AP അബ്ദുൽ ഹക്കീം അസ്ഹാരിയുടെ നടത്തിയ പ്രസ്താവന. ശരീഅത്തനുസരിച്ചുള്ള വീട്ടിലെ പ്രസവത്തിന് പ്രോത്സാഹനവും പിന്തുണയും അർപ്പിച്ച് കൂടുതൽ സമസ്ത നേതാക്കൾ രംഗത്ത് വരികയാണ്. സിസേറിയൻ വെറും തട്ടിപ്പാണെന്നും വയറ്റിലൊരു കുട്ടി 4 വർഷം വരെ കിടക്കുമെന്നുമാണ് പ്രസവവുമായി ബന്ധപ്പെട്ട് SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരി നടത്തിയ വിചിത്ര പ്രസ്താവന. 4 വർഷം വരെ ഒരു കുട്ടി വയറ്റിൽ കിടക്കാം, അതുകൊണ്ട് 10 മാസമായി പോയി ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് ബേജാറാണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ മതി. സമയമാകുമ്പോൾ പ്രസവിക്കും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അള്ളാഹുത്താല വയറ്റിൽ ഒരു സാധനം പഠിച്ചിട്ടുണ്ടോ, അള്ളാഹുത്താല ഇത് പുറത്തേക്ക് കൊണ്ടുവരും. അതിന് സീസറിന്റെ ആവശ്യം ഇല്ല. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരണപ്പെട്ട സാഹചര്യത്തിലാണ് 3 വർഷം മുമ്പുള്ള ഹക്കീം അസ്ഹരിയുടെ പ്രസംഗം വീണ്ടും വിവാദത്തിലാകുന്നത്. ഇതിനിടയിലാണ് AP അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് പിന്തുണയുമായി സമസ്ത IK വിഭാഗം നേതാവായ ഷുഹൈബുൽ ഹൈത്തമി രംഗത്ത് വന്നത്. 4 വർഷമുള്ള പ്രസവം ഇസ്ലാമിസത്തിൽ പറയുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഒരു സ്ത്രീയുടെ ഗർഭം 4 വർഷം വരെ നീളുകയെന്നത് അസാധ്യമായ കാര്യമാണെന്ന് ശാസ്ത്രം പറയുന്നില്ലെന്നും ഷുഹൈബുൽ ഹൈത്തമി അഭിപ്രായപ്പെട്ടു. പുരുഷന് പ്രസവിക്കാമെന്ന് നേരത്തെ നിരീക്ഷിച്ച ഇസ്ലാം പണ്ഡിതരുണ്ടെന്നും പുരുഷനും പ്രസവിക്കാൻ കഴിയും എന്നിടത്താണിപ്പോൾ ശാസ്ത്രം എത്തി നിൽക്കുന്നതെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ശരീഅത്തനുസരിച്ചുള്ള വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നത് പിന്നിൽ സമസ്ത പോലുള്ള സംഘടനകൾക്കും പങ്കുണ്ടെന്ന വിമർശനം ഉയരുമ്പോഴാണ് സമസ്തയ്ക്കുള്ളിലെ കൂടുതൽ നേതാക്കൾ വീട്ടിലെ പ്രസവത്തെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത്. ജനം, കോഴിക്കോട്. ഇടുക്കി തൊടുപുഴയിൽ ഉടമ വെട്ടിപ്പരിക്കേൽപ്പിച്ച വളർത്തുനായ ചത്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മുതലക്കോട് നിന്നും അവശനിലയിൽ നായയെ കണ്ടെത്തിയത്. ഉടമ ഷൈജു തോമസിനെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു. നായ കടിച്ചതിനാലാണ് ആക്രമിച്ചതെന്നാണ് ഉടമയുടെ വാദം. വഴിയാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൊടുപുഴ മുതലക്കോടത്തു നിന്നുമാണ് ദേഹമാസകലം പരിക്കേറ്റ നിലയിൽ നായയെ ആനിമൽ റെസ്ക്യൂ ടീം കണ്ടെത്തിയത്. നായയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. പിന്നാലെ ഉടമയെയും കണ്ടെത്തി. നായ വിളിച്ചിട്ട് വരാത്തതിനാലാണ് ആക്രമിച്ചതെന്നാണ് ഉടമയായ ഷൈജു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ നായ കടിച്ചതിനാലാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്നാണ് ഇയാളുടെ ഇപ്പോഴത്തെ വാദം. ആനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങളായ കീർത്തിദാസ്, മഞ്ജു എന്നിവർ നായയെ ആശുപത്രിയിലെത്തിച്ച് ആവശ്യമായ ചികിത്സ നൽകിയിരുന്നു. പിന്നീട് ഇവരുടെ സംരക്ഷണയിൽ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. തലയ്ക്കും കാലിലും ഗുരുതരമായി പരിക്കേറ്റ നായിക്ക് ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തിയിട്ടും ഫലമുണ്ടായില്ല. പൂർണ്ണമായിട്ട് അതിനെ അസുഖം ഭേദമാക്കി സംരക്ഷിക്കാം എന്ന ഇതിലും പിന്നെ
നന്നായിട്ടായി കഴിയുമ്പോൾ നല്ലൊരു വീട്ടിൽ അഡോപ്ഷൻ കൊടുക്കാമെന്ന പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് അവനെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ഇന്ന് 3ാമത്തെ ദിവസം അവന് ട്രീറ്റ്മെൻറ്റ് ഉള്ളതായിരുന്നു. ആൻറ്റിബയോട്ടിക് കൊടുക്കലായിരുന്നു, ട്രിപ്പ് ഇടണമായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ആൾ നമ്മളെ പ്രതീക്ഷയ്ക്കപ്പുറം വിട്ടുപോയി. അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഈ 2-3 ദിവസം ഞങ്ങളുടെ അടുത്ത എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഒരു എഫക്റ്റ് എടുത്തിരുന്നു. നായയുടെ ശരീരത്തിലാകമാനം 10ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു. ഉടമ ഷൈജുവിനെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജനം, ഇടുക്കി. സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ വൻ സാമ്പത്തിക തട്ടിപ്പ്. ക്ഷേമനിധി ബോർഡ് വിഹിതമായ 78 ലക്ഷം രൂപ ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തു. ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്കായ സംഗീതിനെതിരെ ലോട്ടറി വകുപ്പ് ഡയറക്ടർ പോലീസിന് പരാതി നൽകി. ജനം ബ്രേക്കിംഗ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ബന്ധു നൽകിയ പരാതി അന്വേഷിക്കാനെത്തിയ വിജിലൻസ് സംഘമാണ് ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്ക് സംഗീത് നടത്തിയ വൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നത്. 2018, 19, 20 കാലയളവിൽ ഡയറക്ടറേറ്റിലെ ക്ഷേമനിധി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു വകുപ്പിന്റെ പ്രതിദിന വരുമാനത്തിൽ നിന്നും ക്ഷേമനിധിയിലേക്ക് മാറ്റുന്ന തുകയിൽ സംഗീത തിരിമറി നടത്തിയത്. 63 ലക്ഷം രൂപ ഇയാൾക്കായി വീട് വയ്ക്കുന്ന കോൺട്രാക്ടർ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്കുമാണ് സംഗീത് മാറ്റിയത്. സാമ്പത്തിക തിരിമറിയുടെ രേഖകൾ സംഗീത് പൂഴ്ത്തിയതായും ആരോപണമുണ്ട്. തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ 14-ാം തീയതി വകുപ്പ് ഡയറക്ടർ സംഗീതിനെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. ലോട്ടറി വകുപ്പ് ഡയറക്ടറോട് വ്യാജമുദ്രയുണ്ടാക്കി അനധികൃത അവധിയെടുത്തതിന് 6 മാസം മുൻപ് സംഗീതിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ തട്ടിപ്പും പുറത്തുവരുന്നത്. സംഗീത കൂടുതൽ സാമ്പത്തിക തിരിമറികൾ നടത്തിയിരിക്കാനുള്ള സാധ്യതകളും ലോട്ടറി വകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ വിജിലൻസ്, ലോട്ടറി വകുപ്പ്, പോലീസ് എന്നിങ്ങനെ 3 അന്വേഷണങ്ങളാണ് ഇയാൾക്കെതിരെയുള്ളത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. അധ്യാപകരുടെ PF അക്കൗണ്ട് ഹാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മാറ്റാൻ ശ്രമിച്ച അധ്യാപകൻ മലപ്പുറത്ത് അറസ്റ്റിൽ. കാടാമ്പുഴ AUP സ്കൂളിലെ അധ്യാപകനായ സെയ്ദവലിയാണ് അറസ്റ്റിലായത്. കാടാമ്പുഴ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സ്കൂളിലെ പ്രധാന അധ്യാപകൻ അറിയാതെയായിരുന്നു തുക മാറ്റാൻ ശ്രമിച്ചത്. മാസങ്ങൾക്ക് മുൻപാണ് അധ്യാപകർ പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് കാടാമ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിനൊടുവിലാണ് PF അക്കൗണ്ട് ഹാക്ക് ചെയ്തത് കാടാമ്പുഴ AUP സ്കൂളിലെ തന്നെ അധ്യാപകനായ കൊളത്തൂർ സ്വദേശി സെയ്ദലവിയാണെന്ന് മനസ്സിലായത്. ഇതോടെ ഇയാളെ കാടാമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മറ്റ് അധ്യാപകരുടെ യൂസർ നെയിമും പാസ്വേഡും തന്ത്രത്തിൽ കൈക്കലാക്കിയായിരുന്നു തട്ടിപ്പ്. സ്കൂളിലെ പ്രധാന അധ്യാപകൻ പോലും അറിയാതെയായിരുന്നു PF അക്കൗണ്ട് ഹാക്ക് ചെയ്തത്. സൈദലവിക്കെതിരെ 8 കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മോഷണ ശ്രമം അടക്കമുള്ള കേസുകളാണ് ഇവ. സൈദലവി AUP സ്കൂളിലെ സ്ഥിരം അധ്യാപകനാണ്. അറസ്റ്റിലായ ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് സ്കൂൾ അധികൃതർ. ജനം, മലപ്പുറം. ചേർത്തലയിലെ ഓൺലൈൻ തട്ടിപ്പുകൾക്ക് വിദേശ ബന്ധമെന്ന് പോലീസ്. കേസിൽ പിടിയിലായവരുടെ രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കണ്ടെത്തൽ. തട്ടിപ്പ് നടത്തുന്ന അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികളാണെന്നും വ്യക്തമായിട്ടുണ്ട്. ചേർത്തലയിൽ വ്യാപാരിയെ കബളിപ്പിച്ച് വെർച്വൽ അറസ്റ്റ് ചെയ്ത് 61 ലക്ഷം രൂപ തട്ടിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം നേപ്പാൾ സ്വദേശികളടക്കം 4 പേർ പിടിയിലായിരുന്നു. വിദേശ തട്ടിപ്പ് കമ്പനികളുടെ കണ്ണികളിൽ ഒരു ഭാഗം മാത്രമാണ് ഇവരെന്നാണ് വിവരം. വിവിധയിടങ്ങളിൽ തമ്പടിച്ചാണ് ഇവർ തട്ടിപ്പുകൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് പോലീസ് പറയുന്നു. തട്ടിപ്പുകളിലൂടെ ലഭിക്കുന്ന പണം വിദേശ അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ചേർത്തല SI അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 1.5 മാസം മുമ്പ് UP സ്വദേശികളായ 2 പേരെ പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പിലെ പ്രധാനികളായ നേപ്പാൾ സ്വദേശികളെയും ഉത്തർപ്രദേശ് സ്വദേശികളെയും പിടികൂടിയത്. പിടിയിലായവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ UP കേന്ദ്രീകരിച്ച് വീണ്ടും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പിൽ നിർണായക പങ്കുള്ള അഭിനീത് യാദവ്, സഞ്ജയ് ദുബെ എന്നിവരെ പിടികൂടാനായത്. ഉത്തർപ്രദേശിലെ ഹാഷിയാനയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇവരുടെ കയ്യിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പിടിയിലായ നേപ്പാൾ സ്വദേശികൾക്കാണ് ഇവർ തട്ടിപ്പ് നടത്തി സമ്പാദിക്കുന്ന പണവും അതിനായി ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും കൈമാറുന്നതെന്ന് ബോധ്യപ്പെട്ടു. നേപ്പാൾ സ്വദേശികളുടെ പക്കൽ നിന്ന് തട്ടിപ്പിനായി ശേഖരിച്ച വിവിധ പാസ്ബുക്കുകളും കണ്ടെടുത്തിട്ടുണ്ട്. ചേർത്തല ASP ഹരീഷ് ജെയിൻ, പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ G അരുൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത്. കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു.
ജനം, ആലപ്പുഴ. ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതി അറസ്റ്റിൽ. പത്തനംതിട്ട വേങ്ങൽ സ്വദേശി കൃഷ്ണനാണ് അറസ്റ്റിലായത്. ഏപ്രിൽ മാസം 7-ാം തീയതി നടന്ന സംഭവത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കൊല്ലം നെടുവത്തൂരിൽ യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇഞ്ചക്കാട് സ്വദേശി അനീഷിന്റെ ഭാര്യ ശരണ്യ മോളാണ് മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. കൊല്ലം നെടുവത്തൂരിൽ യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇഞ്ചക്കാട് സ്വദേശി അനീഷിന്റെ ഭാര്യ ശരണ്യ മോളാണ് മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. മുൻ ഗവൺമെന്റ് പ്ലീഡർ PG മനുവിന്റെ ആത്മഹത്യയിൽ മൂവാറ്റുപുഴ സ്വദേശി ജോൺസൺ ജോയി അറസ്റ്റിൽ. മനുവിനെതിരെ പ്രേരിപ്പിച്ച വീഡിയോ ജോൺസൺ ചിത്രീകരിച്ചത് കഴിഞ്ഞ വർഷം നവംബറിലാണ്. പോലീസ് മനുവിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച യുവതിയുടെ ഭർത്താവാണ് ജോൺസൺ ജോയി. വിവരങ്ങളുമായി M മനോജ് ചേരുകയാണ്. മനോജ്, എന്താണ് വിശദാംശങ്ങൾ? വിനീഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ കൊല്ലത്തെ വാടക വീട്ടിൽ അഡ്വക്കേറ്റ് PG മനു ആത്മഹത്യ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള ജോൺസൺ ജോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ചോദ്യം ചെയ്തിരുന്നു. പിന്നീടാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ മനുവിനെതിരെ പ്രചരിപ്പിച്ച വീഡിയോ ജോൺസൺ ചിത്രീകരിച്ചതാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഈ ഭാര്യയ്ക്കും സഹോദരിക്കും മുന്നിൽ വെച്ച് മനുവിനെ ദേഹോദ്രവം ഏൽപ്പിച്ചുവെന്നും അതോടൊപ്പം തന്നെ വീഡിയോ ഉപയോഗിച്ച് ഈ അഡ്വക്കേറ്റ് PG മനുവിനെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും പണം നൽകിയുള്ള ഒത്തുതീർപ്പിന് മനു വഴങ്ങാതായതോടുകൂടി ഈ വീഡിയോ പ്രചരിപ്പിക്കുകയാണെന്നും കണ്ടെത്തി. അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾ വഴിയും ഓൺലൈൻ ചാനലുകൾ വഴിയും ഒക്കെ ഈ ജോൺസൺ മനുവിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. ഈ മാസം ആദ്യം ഈ വീഡിയോ ഫേസ്ബുക്കിൽ ജോൺസൺ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. മരിക്കുന്നതിന് മുമ്പ് മനു സുഹൃത്തുക്കൾക്കും ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും അഭിഭാഷകർക്കും ഉൾപ്പെടെ അയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഈ മനുവിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ള വീട്ടമ്മ പരാതി നൽകിയിട്ടില്ലെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് കൊണ്ട് തന്നെയാണ് ജോൺസൺ ജോയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കൊല്ലത്തുള്ള വീട്ടിലാണ്, അതായത് എറണാകുളം സ്വദേശിയാണെങ്കിലും കൊല്ലത്ത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വന്നിരുന്നു. തുടർന്ന് ഇവിടെ താമസിച്ചാണ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യുന്നത്. തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മനുവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ, അതായത് മുമ്പ് അദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ടായിരുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ആ കാര്യങ്ങളൊക്കെ മാറിയ ശേഷം വീണ്ടും ഒരു ആരോപണം ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ മനുവിനെതിരെ വലിയ തരത്തിലുള്ള പ്രചാരണം ഉണ്ടാവുകയും ചെയ്തു. പിന്നീടാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടാകുന്നത്. വിനീഷ്. മനോജ്, ഈ മനുവിനെതിരെ പീഡനാരോപണം ഉന്നയിച്ച യുവതിയുടെ ഭർത്താവാണ് ജോൺസൺ ജോയി. ഈ ജോയി ഇത്തരത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിയത്, വീഡിയോ ദൃശ്യങ്ങളുടെ പ്രചരണം നടത്തിയത്? അതിൽ തന്നെ പറയുന്നുണ്ട്, അതായത് പണം നൽകിയുള്ള ഒത്തുതീർപ്പിനാണ് ഈ ജോൺസൺ ശ്രമിച്ചത്. ആരോപണം ഉന്നയിച്ചിട്ടുള്ള വീട്ടമ്മ പരാതി നൽകിയില്ലെങ്കിൽ പോലും ഈ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ഈ മനുവിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു, നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പണം നൽകാൻ മനു തയ്യാറാവാത്തതോടെയാണ് അത് കൂടുതൽ രീതിയിലേക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ ജോൺസൺ ശ്രമിച്ചത്. ഈ ഒരു സമ്മർദ്ദത്തെ തുടർന്നാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. മനോജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ലഹരിക്കെതിരായ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ പാർട്ടികളുടെയും മതമേലധ്യക്ഷന്മാരുടെയും പിന്തുണ ഉറപ്പാക്കി വിപുലമായ പ്രചരണം നടത്തും. വിവിധ മതപഠന കേന്ദ്രങ്ങളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാൻ ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയിലും ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് മുൻഗണന നൽകും. ജൂൺ മാസത്തിൽ വിപുലമായ ക്യാമ്പയിൻ നടത്തുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഗുഡ്സ് ഓട്ടോ അജ്ഞാതർ തീ വച്ച് നശിപ്പിച്ചു. പെരുവട്ടൂർ നടേശി സ്വദേശി
കുഞ്ഞിക്കണാരൻ്റെ ഉടമസ്ഥയിലുള്ള വാഹനമാണ് തീയിട്ട് നശിപ്പിച്ചത്. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. കൊയിലാണ്ടി പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തയുമായി കാക്കി നാളെ ഇതേ സമയം. സൈനിങ് ഓഫ് വി വിനീഷ്.